ഈ കൂടെയുള്ളവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ടോ ഇത് വലിയ അബദ്ധമായിപ്പോയി ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത്? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അതിനകത്ത് ശരിക്ക് 500 രൂപ മുതൽ 50,000 രൂപ വരെ അല്ലെങ്കിൽ അത്രയൊക്കെ തന്ന ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തർ. അവർ സുധിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ പലർക്കും അതിൽ ഇതുണ്ട്, കുറ്റബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്. 500 തന്നവർ 1000 തന്നവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇക്ക നമ്മളെടുത്തതൊരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളത്. ഞാനും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അത്, മറ്റൊരാൾക്ക് കൊടുക്കാമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു വീട് ആർക്കെങ്കിലും നിർമ്മിച്ചു കൊടുക്കുമോ? അയ്യോ, ഇനി ഈ പരിപാടി നമ്മൾ ഇതോടുകൂടെ അവസാനിപ്പിച്ചു. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 5ാമത്തെ വീടാണിത്. നമ്മൾ ഒരുപാട് നെക്സ്റ്റ് മന്ത് ഞങ്ങളൊരു 50 വീൽ ചെയർ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ കൊച്ചു പ്രദീപ് എന്ന് പറഞ്ഞൊരു മിമിക്രി കലാകാരുണ്ട്. പുള്ളിയുടെ ഒരു വീടിൻ്റെ ഡിസ്കഷൻ, പുള്ളിക്കൊന്ന് വീട് കൊടുക്കാൻ വേണ്ടി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഇനി ആ പരിപാടിക്കൊന്നുമില്ല. ഇനി ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ചെയ്യുകയാണ്. ഓരോരുത്തർ ചെയ്യുന്നതിനേക്കാളും നല്ലത് കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രം. അത് എങ്ങനെ വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, അത്ര തന്നെ. ഇനി ഈ പരിപാടിക്കില്ല, ഇതോടുകൂടെ നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഒരു നാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയാതെ അവർ പോയാലും കുഴപ്പമില്ല. പക്ഷേ തിരിച്ച് പോകുന്ന വഴിക്ക് കാലായിട്ടൊരു തൊഴി കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ, അത് അതിഭീകരമായൊരു ഫീലിംഗ് ആണത്. രേണുസുതിയോട് എന്താ പറയാനുള്ളത്? രേണുസുതിയോട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഞങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടിയിരുന്നില്ല. ഇത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് അവർ തന്നത്. അതിൽ ഞങ്ങളുടെ ഈ ക്രെഡിബിലിറ്റീനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായിപ്പോയി. ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ബാംഗ്ലൂരും അതേപോലെ തമിഴ്നാട്ടിലും കേരളത്തിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളിൽ പോലും, പൈസ കൊടുത്ത് വാങ്ങിച്ച വീടുകളിൽ പോലും ഇതേപോലെ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ മാന്യമായിട്ട് അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അത് ചെയ്തു കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുമില്ല, ഞങ്ങളെ ഒന്നുമല്ലാതെ ആക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായില്ല. വളരെ മോശമായൊരു തീരുമാനമായിപ്പോയി രേണുവിൻ്റെ ഭാഗത്തുനിന്ന്. രേണുവിൻ്റെ എൻ്റെ നമ്പറിലാണ്. രേണു പറയുന്ന നമ്പറില്ല എന്ന് പറയുന്നത് അത് തെറ്റായൊരു കാര്യമാണ്. എന്താ മീൻസ് 2020 മുതൽ ഞാൻ എൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല. ഐ മീൻ 2 നമ്പർ എനിക്കുണ്ട്. ഈ 2 നമ്പറും രേണുസുതിക്ക് അറിയാം. ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്, ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ എന്നെ വിളിച്ചിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി, എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് പ്രശ്നം, എനിക്ക് ഒരു ദിവസം വരണം, പണിക്കാരെ കൂട്ടിയിട്ട് ഒന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോവും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി.